Hi all, this is Cock. Finally, at last, watched Spider-Man Brand New Day. What an experience, what a cinema, what an emotion. Completely a marvel of technical extravaganza. അസാധ്യ സിനിമ. ഇങ്ങനെ ഇത്രയും കൊടൂര ഹൈപ്പ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് കൊടൂര ഹൈപ്പുള്ള ഒരു സിനിമ, ആ ഹൈപ്പിനെ സാധൂകരിക്കുക, ഹൈപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് വെരി വെരി റയർ. ഡസ്റ്റിൻ ഡാനിയൽ ക്രെറ്റനാണ് ഡയറക്ടർ. ഞാൻ 2002 സാം റൈമിയുടെ സ്പൈഡർമാൻ, നമ്മുടെ ടോബി മക്ഗിയറിൻ്റെ സ്പൈഡർമാൻ 2002 തിയേറ്ററിൽ കണ്ടുള്ളതാണ്, കാലിക്കറ്റ് ക്രൗണെന്ന്. അന്നത് കണ്ടിട്ട് ഭയങ്കര ഇമോഷണലി, ഫോർ മീ സ്പൈഡർമാൻ മീൻസ് ഇപ്പോഴും മനസ്സിൽ ടോബിയാണ് ആദ്യം ഓർമ്മ വരിക. പക്ഷെ ഇതുകൂടെ കണ്ടപ്പോൾ ടോം ഹോളണ്ട് മാൻ, ഒരു അസാധ്യ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു റോൾ കോസ്റ്റർ സിനിമയ്ക്കകത്തുണ്ട്. അതേസമയം വളരെ ഗ്രൗണ്ടഡ് ആണ്, ഹ്യൂമെയിനാണ്, പിന്നെ ഒരുപാട് ചെകപ്പൊക്കെയില്ല. ഈ അവഞ്ചേഴ്സ് പരിപാടി പോലെ ഇത് വളരെ പാക്ഡ് ആയിട്ടുള്ള, വളരെ ഇങ്ങനെ അത്രയും സമയം ആ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇതിൽ നിങ്ങൾ ഒരുപാട് ക്യാമിയോസ് അങ്ങനെ ബഹളം, അതല്ല. ഇതിലുള്ള ക്യാരക്ടേഴ്സ്, അവരുടെ പെർഫോമൻസ്, അത് ചെയ്തെടുത്തിരിക്കുന്ന രീതി, അതാ പറഞ്ഞു ടെക്നിക്കൽ മാവലാണ്. 3D എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കാലിക്കറ്റ് പാലാക്ഷൻ കണ്ടിട്ടുള്ളത്. ആഫ്റ്റർ ഒഡിസി ഇപ്പോഴും വീണ്ടും അഗൈൻ അത് ഫ്ലാറ്റിൽ ഈ 3D ഇത് കാണുന്ന സമയത്ത് അത് എക്സ്പീരിയൻസ്, അതും വിത്ത് മാവൽ ഫാൻസ്. ഓരോ സീൻസിനും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രോയ്ക്ക് ഒക്കെ വൺ റിസപ്ഷനാണ്. അതറിയാലോ, അത് ഇമോഷൻ. അപ്പം അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഈ സിനിമ കാണാൻ പോകുന്നതിന് മുൻപ് ലിസ്റ്റ് ഓഫ് ഫിലിംസ്, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഫിലിംസ് കാണണം എന്ന് പറയുന്നത്. ഇപ്പം സിവിൽ വാർ കഴിഞ്ഞാലും ഇൻഫിനിറ്റി വാർ കഴിഞ്ഞാലും എൻഡ് ഗെയിം, പിന്നെ ടോം ഹോളണ്ടിന്റെ എല്ലാ സ്പൈഡർമാൻ ഫിലിംസും. അപ്പോൾ അതിനിപ്പോൾ അതൊന്നും കണ്ടില്ലെങ്കിലും, നിങ്ങൾ ഇതുവരെ ഒരു സ്പൈഡർമാൻ ഫിലിം കണ്ടില്ലെങ്കിൽ പോലും ഇതൊരു സിനിമ നിലയ്ക്ക് നിങ്ങൾക്ക് ക്യാരക്ടറിൻ്റെ പാസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂലായിരിക്കും, അല്ലെങ്കിൽ കണക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂലായിരിക്കും, ഏത് യൂണിവേഴ്സിൽ നിന്ന് വന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂലായിരിക്കും. പക്ഷേ അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു സിനിമ നിലയ്ക്ക് നിങ്ങൾ അത്രയൊരു ബെസ്റ്റ് ക്വാളിറ്റി തിയേറ്ററിൽ നിന്ന് കാണുകയാണെങ്കിൽ തന്നെ ഔട്ട് ആൻഡ് ഔട്ട് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി ഇതറിയാലോ, ഇത് എവിടെയാണ് നിർത്തിയത്? നോവേ ഹോമിൻ്റെ കണ്ടിന്യൂഷനാണിത്. ഇപ്പം നോവേ ഹോമിൽ ലാസ്റ്റ് ഇയാളാണ്, പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ളതാണെങ്കിലും വിസ്മരിക്കപ്പെടുക. അതിനുശേഷം സ്പൈഡർമാൻ ഉണ്ട്, ബട്ട് പീറ്റർ പാർക്കറാണെന്ന് ആർക്കും അറിയില്ല, ഇൻക്ലൂഡിങ് സാൻഡയുടെ ക്യാരക്ടർ MJ. ഇപ്പം നെഡിൻ്റെ ക്യാരക്ടറായി കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഇമോഷൻ, നമ്മളാരാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയാതെ ഇരിക്കുമ്പോഴുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ തന്നെ ഇവരുടെ ഈ കോമ്പിനേഷൻ സീൻസ്, സെൻഡയുടെയും ടോം ഹോളണ്ടിൻ്റെയും സ്പൈഡർമാൻ്റെയും. അപ്പോൾ അതിലൊരു സീനുണ്ട്, ഒരു റെയിനിൽ ഇദ്ദേഹം ഈസ് ഫ്ലൈയിങ് ത്രൂ ദ റെയിൻ. അപ്പോൾ അത് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയി. അതൊക്കെ എന്ത് രസമാണ് അറിയാം കാണാൻ. അതായത് ടെക്നിക്കലി ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള സാധനം, അതിനകത്ത് ഇമോഷൻസ് വരുന്ന സമയത്ത്. പിന്നെ ഇതിൽ ഒരുപാട് ഇങ്ങനെ സീരീസ് ഓഫ് സീക്വൻസ് ഓഫ് ആക്ഷൻ, മറ്റേ ഭയങ്കര പരിപാടി. അതല്ല ഇതിൽ ജാക്കി ചാനും ടീം ചെയ്തിട്ട്, അതായത് ഭയങ്കര ഗ്രൗണ്ടഡ്. ഇതിൽ മറ്റേ നിഞ്ച ടീമൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ടുള്ള സാധനം അപാരം. ജോൺ ബേത്തലിൻ്റെ ക്യാരക്ടർ പണിഷർ നിങ്ങൾക്കറിയാം, ഇത് മൊത്തം ഫോളോ ചെയ്ത ആളുകൾക്കറിയാം. അപ്പോൾ പണിഷറായിട്ട് പുള്ളിയുടെ ഓരോ സീൻസ്, അത് കുറേ തന്നെ ഡാർക്ക് ഹ്യൂമർ പരിപാടി, പുള്ളി വൻ രസമാണ്. പുള്ളി വരുന്ന ഓരോ സീനിലും തിയേറ്ററിൽ ഓളം. എനിക്ക് പുള്ളിയെ കാണുമ്പോൾ പലപ്പോഴും നമ്മളെ വിക്കി കുശാലിന് ഓർമ്മ വരും, കത്രീനയുടെ ഭർത്താവ്. പിന്നെ ഉള്ളത് സാൻഡി സിംഗിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ അന്യായ പെർഫോമൻസ്. ജീൻ ഗ്രേ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, ഒരു രക്ഷയില്ല, ഗംഭീര പെർഫോമൻസ്. സ്കോർപിയോൻ, പിന്നെ മാർക്ക് റഫലോ ഹൾക്ക്, പിന്നെ ഫ്ലോറൻസ് പ്യൂ, അങ്ങനെ ഫ്രം ബ്ലാക്ക് വിഡോ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് നിങ്ങൾ ആ രീതിയിലല്ല എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഈ സിനിമ ഇതിൽ കുറേ അവഞ്ചേഴ്സ് ഉള്ള പോലെ കുറേ ഇങ്ങനെ അവിടെ നിന്ന് വന്നവരും പോയവരും, അവിടെ നിന്ന് മറ്റേ യൂണിവേഴ്സ് മൾട്ടിവേഴ്സ് അതല്ല. ഇതിങ്ങനെ പോകുന്നവർ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ലീനിയറായിട്ട് പോകുന്ന ഒരു സിനിമ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ വെബ് ഓർഗാനിക് ആണ്. ഫസ്റ്റ് സ്പൈഡർമാനുള്ള പോലെ ഓർഗാനിക് വെബാണ് വരുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, ബട്ട് ഈസ് ഓൾസോ പവർഫുൾ. കാരണം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് ഐ മാറുന്നു, കൂടുതൽ ഡീറ്റെയിൽസും പറയുന്നില്ല. അപ്പോൾ ഈ ബ്ലാക്ക് ഐസ് ആയി മാറുന്നു, ഇദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള അജിലിറ്റി ആയി കഴിഞ്ഞാൽ, ഇതിൻ്റെ പവറായി കഴിഞ്ഞാൽ എല്ലാം മാറിയിട്ട് ഇദ്ദേഹം ഒരു വൻ പരിപാടി. അത് ഒരു യങ് കിഡ് എന്നാണ് വിളിക്കുകയെങ്കിലും ആ കിഡ് എന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ടു ദ യങ് മാൻ എന്നുള്ള സാധനം ഉണ്ടല്ലോ,
അതിലേക്ക് കൂടെ ഇത് പറഞ്ഞ് പോകുന്നുണ്ട്. സോ സച്ച് എ ബ്യൂട്ടിഫുൾ ഫിലിം, വൺ ഓഫ് ദ ബെസ്റ്റ് എവർ ഫ്രം Marvel. Are you Peter Parker or Spider-Man? I am both. രോമാഞ്ചം.